എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി. ഇ.ഡി. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, ഇ.ഡി. ഉദ്യോഗസ്ഥന് എതിരായിട്ടുള്ള അഴിമതി കേസിൽ കേസ് ഡയറി ഹാജരാക്കാനാണോ ഹൈക്കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? എപ്പോഴാണ് ഈ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുക? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? ജി.കെ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിജിലൻസിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചയായി കേസ് പരിഗണിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ കൃത്യമായ നിലപാട് വിജിലൻസ് പറയാത്ത പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ 3 ആഴ്ചയോളം ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞത്. ഒപ്പം ഈ കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയായിരിക്കും ഈ കേസ് ഹർജി വീണ്ടും പരിഗണിക്കുക. ശേഖറിന്റെ വാദം ഇങ്ങനെയാണ്: ഈ പിടിയിലായ 3 പ്രതികളുമായി തനിക്ക് ബന്ധമില്ല. ഈ പരാതിക്കാരനെതിരെ ഇ.ഡി. കേസുണ്ട്. ആ ഇ.ഡി. കേസ് തേച്ചുമാച്ച് കളയാനും അതിൽ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയാണ് പരാതിക്കാരൻ തങ്ങൾക്കെതിരെ വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നതാണ് ശേഖർ പറയുന്നത്. പക്ഷേ ഇ.ഡി. ആകട്ടെ തങ്ങൾക്ക് ഈ 3 പ്രതികളിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് മാത്രം പറയുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ അല്ലെങ്കിൽ കേസ് ഡയറിയോ ഇതുവരെ ഹാജരാക്കാൻ തയ്യാറായിട്ടില്ല. വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇ.ഡി. എതിർക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് കോടതി വളരെ വ്യക്തമായി പറഞ്ഞത് കേസ് ഡയറി ഹാജരാക്കണം, ഇനിയും ഈ കേസ് അല്ലെങ്കിൽ ഹർജി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്ന നിർദ്ദേശം വിജിലൻസിന് നൽകിയിരിക്കുന്നത്. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ജി.കെ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള അഴിമതി കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു കോടതി. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യം ഹർജി അടുത്തയാഴ്ച പരിഗണിക്കും. ജാമ്യ ഹർജി ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കേസ് ഡയറി ഹാജരാക്കാൻ വിജിലൻസിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് വിഷ്ണു സുരേഷ്. വിഷ്ണു അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. വിഷ്ണു, ഈ കേസിൽ ഇനിയിപ്പോൾ നിയമപരമായ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ശേഖർ കുമാറിന്റെ വാദം എന്നത് പരാതിക്കാർക്കെതിരെ ഇ.ഡി. കേസുണ്ട്, അതിൽ പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൗണ്ടർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നതാണല്ലോ. ഇപ്പോൾ കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ കോടതി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക ഈ കേസിൽ? ജി.കെ. സാധാരണഗതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ 2 ആഴ്ചക്കുള്ളിൽ പരിഗണിച്ച് അതിലൊരു തീർപ്പ് കൽപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 3 ദിവസമായിട്ടും 3 ആഴ്ചയായിട്ടും അതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം വിജിലൻസിനെതിരെ ഉന്നയിച്ചത്. ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിലാണ് അതൃപ്തി പ്രകടിപ്പിച്ചത്. ശേഖർ കുമാറിന്റെ വാദം ഇങ്ങനെയാണ്: കഴിഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരനായ അനീഷ് ബാബുവിനെതിരെ ഇ.ഡി. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് പശ്ചാത്തലത്തിലാണ് കേസ് എടുത്തത്. അതിലയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ആ കേസന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ഇ.ഡിക്കെതിരെ തെറ്റായ സന്ദേശം സമൂഹത്തിന് മുൻപിൽ നൽകുന്നതിന് വേണ്ടി ഇയാൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പിടിയിലായ 3 പേരുമായും തനിക്ക് ബന്ധമില്ല എന്നാണ് കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും ശേഖർ ഇതുവരെ തന്റെ നിലപാടായി പറഞ്ഞിട്ടില്ല. ഇതിൽ നിലപാട് അറിയിക്കേണ്ടത് വിജിലൻസ് ആണ്. വിജിലൻസ് ആകട്ടെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും കോടതിയെ ധരിപ്പിച്ചിട്ടുമില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത തവണ, അതായത് ചൊവ്വാഴ്ച ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹർജിയിൽ ഒരു തീർപ്പുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജി.കെ. ശരി വിഷ്ണു.